പോത്തൻകോട് സുധീഷ് വധക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം 11 പ്രതികൾക്കും ജീവപര്യന്തം വിധിച്ചു. നെടുമങ്ങാട് പട്ടികജാതി വർഗ കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരനുണ്ട്. വിഷ്ണു, സുധീഷ് വധക്കേസിലാണ് ഇപ്പോൾ 11 പ്രതികൾക്കും ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. വിവരങ്ങൾ. വൃദ്ധ സുധീഷ് വധക്കേസിൽ ഇപ്പോൾ 11 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. നെടുമങ്ങാട് പട്ടികജാതി വർഗ കോടതിയാണ് ഈ കേസിൽ വിധി പറഞ്ഞത്. വിചാരണ നേരത്തെ പൂർത്തിയാക്കിയതോടെ തന്നെയാണ് വിധി പ്രസ്താവന ഇന്നുണ്ടാകുമെന്ന് അറിയിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു വിധി പ്രസ്താവനയ്ക്ക് ആദ്യം നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ അത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. 2021 ഡിസംബർ 11-നാണ് മംഗലപുരം സ്വദേശി സുധീഷിനെ പോത്തൻകോട് വെച്ച് ഗുണ്ടകൾ കൂട്ടമായി ആക്രമിക്കുന്നത്. ഈ സുധീഷും ഗുണ്ടകളും തമ്മിൽ ഉള്ള പ്രശ്നമാണ്. നേരത്തെ തമ്മിലുള്ള ഗുണ്ട കുടിപ്പക തന്നെയാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് ഈ 11 പ്രതികളെയും പോലീസ് പിടികൂടിയിരുന്നു. അതായത് കൊലപാതകം നടക്കുന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ പോലീസ് പിടികൂടിയിരുന്നു. അതായത് CCTV ദൃശ്യങ്ങളടക്കം ഈ പ്രതികൾ കൊല നടത്തിയതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ഉപയോഗപ്പെട്ടിരുന്നു. അതായത് ഈ CCTV ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഈ പ്രതികളടക്കം ഒന്നാം പ്രതി സുധീഷ് ഉണ്ണി അടക്കമുള്ളവർ ഈ കൊലപാതകത്തിൽ വളരെ ക്രൂരമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. അതായത് മൂന്നാം പ്രതിയായി നിൽക്കുന്ന വ്യക്തി കൂടിയാണ് ഈ ഒരു ഒട്ടകം എന്ന് വിളിപ്പേരുള്ള വ്യക്തി. അദ്ദേഹം അടക്കം ഈ പ്രതികളെല്ലാവരും ക്രൂരമായ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടത്തി എന്ന് തന്നെയാണ് ഈ പോലീസിന്റെ കണ്ടെത്തൽ. വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി വളരെ പെട്ടെന്ന് തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. 2021-ലാണ് ഈ കൊലപാതകം നടന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെ മുൻപിലിട്ടാണ് ഈ പ്രതികൾ ഇയാളെ സുധീഷിനെ ഓടിച്ചിട്ട് വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷം കാൽ വെട്ടി എടുത്ത് പൊതുവഴിയിൽ ഉപേക്ഷിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ബൈക്കിലെത്തിയ പ്രതികൾ ഈ കാല് റോഡിലേക്ക് എറിയുന്ന ദൃശ്യങ്ങളും ഈ CCTVയിൽ നിന്ന് കൃത്യമായി കാണാൻ സാധിക്കും. അതിനുശേഷമാണ് ഇതെല്ലാം ഈ CCTV ദൃശ്യങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലുമാണ് പ്രതികൾക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷൻ തന്നെ പ്രതികൾക്ക് 1-3 പ്രതികൾക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ളവർ തന്നെയാണ് ഈ 11 പേരും. ഇവർക്കെതിരെ കൊലപാതക കേസുകളടക്കം നിരവധി കേസുകളുണ്ട്. അതിനെ തുടർന്ന് തന്നെ കൃത്യമായി വലിയ ശിക്ഷ തന്നെ നൽകണമെന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത്. 11 പേർക്കും ജീവപര്യന്തം ശിക്ഷ നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പ്രതികൾ പല കാരണങ്ങൾ കൊണ്ട് കുടുംബ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടി ഇളവ് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് നിഷേധിക്കുകയായിരുന്നു. നെടുമങ്ങാട് പട്ടികജാതി വർഗ കോടതിയാണ് കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്.